നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആരോഗ്യ കേരളം മോഡലിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് സഹയാത്രികരാണെങ്കിൽ പോലും വളഞ്ഞിട്ടാക്രമിക്കുന്ന CPM-ഉം മന്ത്രിമാരും കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡിടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദികളാണ്. ഉപേക്ഷിച്ച കെട്ടിടമാണ് തകർന്നതെന്ന് പറഞ്ഞ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും ഇതൊരു ചെറിയ കാര്യമാണെന്ന മട്ടിൽ നിൽക്കുമ്പോൾ മണ്ണിനടിയിൽ ജീവന് വേണ്ടി കേഴുകയായിരുന്നിരിക്കണം ബിന്ദു. മന്ത്രിപ്പട പൊടിയും തട്ടിപ്പോയി 2 മണിക്കൂർ കഴിഞ്ഞാണ് JCB എത്തി അവശിഷ്ടം മാറ്റിയത്. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ രോഗികളുണ്ടോ എന്ന് പോലും അറിയാത്ത സിസ്റ്റം. അതിന്റെ തലപ്പത്ത് ഞെളിഞ്ഞിരുന്ന് വീഴ്ചകൾ പുച്ഛിച്ചു തള്ളുന്ന മന്ത്രി. രോഗികൾക്ക് കൂട്ടിരിക്കാൻ പോലും പേടിക്കേണ്ട സ്ഥിതി. ഇതോ ആരോഗ്യ കേരളം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 14-ാം വാർഡ് തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി മരിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൈ കഴുകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആരോഗ്യ വകുപ്പിൽ നടക്കുന്നതറിയാത്ത മന്ത്രി രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അല്ലേ? ഡിബേറ്റിൽ ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ MK ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്. ധാർമ്മിക രോഷത്തോടുകൂടി മാത്രമേ ഈ വാർത്തയെ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം കേരളം ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഒരു മെഡിക്കൽ കോളേജിൽ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന അമ്മ വാർഡ് തകർന്നു വീണ് മരിച്ചു. അതുമാത്രമല്ല അവിടെ പ്രശ്നം, അവിടെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ 5 കിലോമീറ്റർ അപ്പുറത്ത് മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ നിന്ന് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും ഇതേ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് മാധ്യമങ്ങളോട് പറയുന്നു, ഇത് ഉപേക്ഷിച്ച ഒരു കെട്ടിടമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഇവിടെ ആരെയും പ്രവേശിപ്പിക്കാറില്ല, ഈ വാർഡ് അടച്ചിട്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെ ഇവരെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാണ് വിവരം വരുന്നത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവനുണ്ട് എന്ന്. അപ്പോൾ ഇത് 2 തരത്തിലുള്ള നിരുത്തരവാദിത്വം വന്നിരിക്കുകയാണ്. ഒന്ന്, ഈ പഴക്കം ചെന്ന കെട്ടിടത്തിൽ രോഗികളെ പ്രവേശിപ്പിച്ചു. 2, ആ സിസ്റ്റം അപ്പാടെ പാളിയതിൻ്റെ ഉത്തരവാദികളായ മന്ത്രിമാർ, അവർ വന്നിവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നു. വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു. എന്താണ് ഇതേക്കുറിച്ച് പറയേണ്ടത്? ധാർമ്മിക രോഷത്തോടു കൂടി മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. മഞ്ജുഷേ, അതിദാരുണമായി നിർഭാഗ്യവശാൽ അകാലത്തിൽ മരണമടഞ്ഞ ആ സഹോദരി ബിന്ദുവിനോടുള്ള അവർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഒരു തർക്കമില്ല, ഒരു തരത്തിലും അതിനെ ആയിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിലൊക്കെ ഒരു മനുഷ്യനുണ്ട്. അവിടെ സംഭവിച്ചത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ 68 വർഷം പഴക്കമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടക്കകാലത്ത് പണിതു നിർത്തിയ ഒരു കെട്ടിടത്തിന്റെ ശുചിമുറികളാണ് ഇന്ന് ഇടിഞ്ഞു വീണത്. അവിടെ ഒരു കുഞ്ഞിനും അവിടുത്തെ ഒരു സ്റ്റാഫിനും മറ്റൊരു സ്ത്രീക്കും പരിക്ക് പറ്റി. അതിൽ പരിക്കുകൾ വലിയ രീതിയിലുള്ള ഭീകരമായ ഒരു പരിക്കിലേക്ക് പോകാതിരുന്നത് ഭാഗ്യമാണ്. പക്ഷേ ബിന്ദു എന്ന് പറയുന്ന ഈ 53 വയസ്സുകാരി നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലുള്ളതാണ്, നമ്മുടെയൊക്കെ നാട്ടിലുള്ളതാണ്. അവരെ കണ്ടെത്തുന്നതിൽ അല്ലെ അവരെങ്ങനെ മിസ്സായെന്നുള്ളവരും നിർഭാഗ്യവശാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രി VN വാസവനും സംഭവ സ്ഥലത്ത് 25-ാമത്തെ മിനിറ്റിൽ കുതിച്ചെത്തി. അവർക്ക് കിട്ടിയ ആദ്യത്തെ ഇൻഫർമേഷൻ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ക്ഷമിക്കണം, ആദ്യത്തെ 3 പേർക്കല്ലാതെ മറ്റൊരാൾക്ക് പരിക്കില്ല, ആരും മിസ്സായിട്ടില്ല എന്നൊരു ഇൻഫർമേഷനാണ് ഉദ്യോഗസ്ഥന്മാരെ നൽകിയത്. പൊതുവെ മാധ്യമപ്രവർത്തകർ വരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതനുസരിച്ച് അവര് പറഞ്ഞു അങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും മന്ത്രി VN വാസവൻ ഫയർഫോഴ്സിന്റെ മേധാവി, കോട്ടയം ജില്ലാ മേധാവി വിളിച്ച് കുളിക്കുകയും ചടുലമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് കോൺക്രീറ്റ് മാറ്റാനായിട്ട് നിർദ്ദേശം കൊടുത്തു. പക്ഷെ അവിടെ സംഭവിച്ചെന്താ, ഈ മെഡിക്കൽ കോളേജിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളൊക്കെ പോകും, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു പക്ഷെ മഞ്ജുഷനും അറിയാതെ അതിലേക്കൊരു JCB കടന്നു ചെല്ലത്തില്ല. രണ്ടാമത്തത്, ഇടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ആ പഴയ കെട്ടിടത്തിന്റെ അടുത്തേക്ക് പത്രക്കാർക്കോ സെക്യൂരിറ്റി ജീവനക്കാർക്കോ രക്ഷാപ്രവർത്തകർക്കോ ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നിട്ട്, അപ്പോൾ ഈ JCB അവിടെ കയറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റൊരു റൂട്ടിലൂടെ അവിടുത്തെ കമ്പികളെല്ലാം അറുത്ത് മാറ്റിയിട്ടാണ് അവിടെ എത്തുന്നത്. ഇതൊക്കെ അവിടെ ഈ JCB എത്തിക്കുവാനുള്ള തടസ്സങ്ങൾ. പക്ഷേ അതിനു മുൻപ് അവിടെ സംഭവിച്ചത് വിലപ്പെട്ട കുറേയേറെ സമയം അവിടെ ചെലവഴിച്ചു കഴിഞ്ഞു
ശ്രീ റെജി ലൂക്കോസ്. അവിടെ മന്ത്രിമാർ വന്ന് ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ ആശുപത്രി അധികൃതർ പറഞ്ഞ കാര്യം അതേപടി വിശ്വസിക്കുകയും അത് ഏറ്റു പറയുകയുമായിരുന്നു. അതായത് ആ സിസ്റ്റം തന്നെ തകരാറായതായി ഈ മന്ത്രിമാർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് ഉപേക്ഷിച്ച കെട്ടിടമാണ്, ഇങ്ങോട്ടേക്ക് ആരും വരില്ല, ഇവിടെ ഒരു രോഗികളെയും പ്രവേശിപ്പിക്കുകയില്ല എന്നാണ്. പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് പിന്നീട് തെളിയുകയായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് തെറ്റാണ്. മന്ത്രി അവിടെ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ലൂസായിട്ടാണ് നടന്നത്. വളരെ സാവകാശമാണ് കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോയത്. അവിടെ അകത്ത് പോയി ചർച്ച നടത്തുന്നു, അങ്ങനെ JCB കൊണ്ടുവരുന്നു. ഇതിനൊക്കെ എത്രത്തോളം സമയമാണ് അവിടെ നഷ്ടമായത്. പിന്നെ ഈ മന്ത്രിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ്. അത് മാത്രമല്ല, മന്ത്രി ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ്, ഇത് പൊളിച്ചു കളയാൻ വെച്ചിരുന്ന കെട്ടിടമാണ്, ഒഴിപ്പിച്ച കെട്ടിടമാണ് എന്നൊക്കെ. മന്ത്രിയുടെ വാക്ക് കേൾക്കാം. മന്ത്രി ആദ്യം പറഞ്ഞതും അതിനുശേഷം മന്ത്രി മാറ്റി പറഞ്ഞതും. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ്, അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്. പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്. ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. ഒന്നുകിൽ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു ഈ സിസ്റ്റം, അല്ലെങ്കിൽ മന്ത്രി തെറ്റിദ്ധാരണ പരത്തി. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കുകയാണ്. ശ്രീ MK ഹരിദാസ്, ഈ മന്ത്രിക്ക് ആരോഗ്യമന്ത്രി പദവിയിൽ ഇരിക്കുവാൻ ഇനി യോഗ്യതയുണ്ടോ? എത്ര വീഴ്ചകളായി ഈ മന്ത്രിക്ക് സംഭവിക്കുന്നു? ഇന്ന് ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ഇപ്പോ മഞ്ജുഷിന് സാധിക്കത്തക്ക തോതിൽ ഇതാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ രാവിലെ നമ്മുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശുഷ്കാന്തി കുറവ് കൊണ്ട് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങളെ പറ്റിയോ, ഇപ്പൊ നാളെ സജി ചെറിയാൻ പുറപ്പെടുവിക്കാൻ പോകുന്ന പ്രസ്താവന എന്താണെന്ന് മഞ്ജുഷിന് അറിയോ? രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന അമ്മയല്ലേ മരിച്ചുള്ളൂ, രോഗി മരിച്ചില്ലല്ലോ എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ മന്ത്രിമാരുടെ ഒക്കെ അവരുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് താന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു ദുരന്തമായി നമുക്ക് ഒരു വിശദീകരണവും ഇതിപ്പോ ഇവിടെ എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞതെല്ലാം തന്നെ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഇവർ പൊളിച്ചു കളയാതെ ഇവരെന്തിന് സംരക്ഷിച്ചു നിർത്തി എന്ന ചോദ്യത്തിന് മന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും എന്ത് മറുപടിയാണ് പറയുക? പുരാവസ്തു വകുപ്പ് വന്നിട്ട് അവിടെ സീൽ വെച്ചിട്ടുണ്ട്, ഇത് പൈതൃകമായി സൂക്ഷിക്കേണ്ട ഒരു കെട്ടിടമാണെന്ന്. ഇല്ല. അപ്പൊ ഒരു മെഡിക്കൽ കോളേജിനുള്ളില് ഇത്തരത്തിലൊരു കെട്ടിടത്തെ ഇടിഞ്ഞു വീഴത്തക്ക തോതിൽ നിലനിർത്തിയ ഈ നമ്മുടെ കേരളത്തിലെ നിലവിലെ സർക്കാരിന്റെ ആ കാഴ്ചപ്പാടിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം 68 കൊല്ലമായ ഒരു കെട്ടിടവും ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് നാളെ ക്യാപ്സ്യൂളായിട്ട് പുറത്തേക്ക് വരിക. ലിഫ്റ്റിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റില് 14 മണിക്കൂർ ഒരു രോഗി കുടുങ്ങിയപ്പോ എന്തായിരുന്നു വിശദീകരണം? ലിഫ്റ്റ് മെക്കാനിസത്തിന്റെ തകരാറ് കൊണ്ട് വന്ന കാര്യത്തിന് സർക്കാരിന് എന്ത് പിഴച്ചു? ലിഫ്റ്റ് എന്തുകൊണ്ടാണ് കുടുങ്ങിയത് എന്നുള്ളത് അന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതിന്റെ മെയിൻ്റനൻസിന്റെ പൈസ കൃത്യമായി കൊടുക്കാത്തത് കാരണം കൊണ്ടാണ് ലിഫ്റ്റ് മെയിൻ്റനൻസിന് അവിടേക്ക് ആൾ വരാഞ്ഞത്. ആ ലിഫ്റ്റ് കേടാണെന്നുള്ള ബോർഡ് തൂക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടും അതിന് കൃത്യമായ ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ട് അണികളെ ബോധ്യപ്പെടുത്താൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആയി എന്നുള്ളത് ഈ നാളെ ഈ ദുരന്തത്തെയും ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ഇത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിലല്ല, കെട്ടിടം ഇടിഞ്ഞു വീഴുമെന്ന് തന്നെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ശേഷം 2 മണിക്കൂറിലേറെ സമയമെടുത്തു ആ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങാൻ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മന്ത്രിമാർ വന്ന് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ആരും ഇവിടെ ഇല്ല, ഇത് അടച്ച കെട്ടിടമായിരുന്നുവെന്ന്. അത് തന്നെ ഇതിന് കാരണമായി രക്ഷാപ്രവർത്തനം സാവധാനത്തിലാക്കാൻ. എന്നിട്ട് അതിനുശേഷം മന്ത്രി സമ്മതിക്കുന്നില്ല. മന്ത്രി പറഞ്ഞു ഞാൻ അപ്പോൾ അങ്ങനെയായിരുന്നു ഇൻഫോംഡ് ആയിരുന്നത് എന്നാണ്. നമ്മുടെ മന്ത്രി സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റുപാടുകളെയും നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളുടെ തൽസ്ഥിതിയെയും കുറിച്ച് എത്രത്തോളം ബോധവതിയാണെന്നുള്ളതാണ് അവരുടെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അത്ര 14 ജില്ലകളിലും കൂടിയിട്ട് ഏകദേശം 11ഓ 10ഓ മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കൃത്യമായൊരു സന്ദർശനം നടത്തിയിട്ട് അവിടുത്തെ കുറവുകൾ എന്താണ് അവിടെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. 2-3 ദിവസം നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുടെ വിളിച്ചു പറയലായിരുന്നുവെങ്കിൽ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കുള്ള എന്തൊക്കെ കുറവുകളാണ്
നികത്താനുള്ളതെന്ന് ഈ മന്ത്രിക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഈ കെട്ടിടത്തിനടിയിൽ കൂടി കിടക്കുന്ന സ്ത്രീയെ തത്സമയം അവിടുന്ന് JCB അല്ലെങ്കിൽ എന്ത് ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറയാൻ ഈ മന്ത്രിക്കായോ? ഈ മന്ത്രി ഇന്ന് നിലവിലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നിലവിൽ പുറത്തു വരുന്ന നമ്മുടെ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്കൊന്നൊരു ബാധ്യതയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഈ മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയാണ്. അവിടെ പ്രശംസനീയമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹത്തിനാണ് ഈ സംശയമുണ്ടായത് ഈ കെട്ടിടത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുണ്ടായെന്ന്. അത് ആദ്യം അദ്ദേഹം അവിടുത്തെ ഈ ആശുപത്രി അധികൃതരോടൊക്കെ ചോദിച്ചു, അവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വന്ന കുറേ ആളുകളോടൊക്കെ ചോദിച്ചു ഇത് ഈ അവശിഷ്ടങ്ങൾ മാറ്റണ്ടേ എന്നൊക്കെ. അത് കുറച്ചു നേരം അവർ സംസാരിച്ചതിന് ശേഷം അവിടെ ഒന്ന് മുങ്ങുകയാണ് ഉണ്ടായത് ഈ പറയുന്ന ആളുകൾ. ചാണ്ടിയുമ്മൻ അവരോട് സംസാരിച്ച കാര്യം, ചാണ്ടിയുമ്മനാണ് ഇത് തുടങ്ങി വെച്ചത്, ഇവിടെ ഇതിനുള്ളിൽ ആളുകളുണ്ട്, ഈ വാർഡിൽ ആളുകൾ ഉണ്ടായിരുന്നുവെന്ന്. ചാണ്ടിയുമ്മന്റെ അപ്പോഴത്തെ പ്രതികരണം കേൾക്കാം. അപ്പോൾ ഏകദേശം 11:30 മണിയോട് അടുത്തിട്ടുണ്ടാവും. അത് കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഫയർഫോഴ്സ് എക്യുപ്മെന്റ്സ് വിളിച്ചിട്ടുണ്ട്, അത് ചെയ്തോളൂ. എത്ര സമയം കൊണ്ട്? 10 മിനിറ്റ്സ് വരും. ഇത് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിലെത്തി. എന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് പറയാ വരാനുള്ള സൗകര്യക്കുറവുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഇതൊരു ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാരണം ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊരു സംശയം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. MLA-മാർ അവിടെ കേഴുകയായിരുന്നു. ചാണ്ടിയുമ്മൻ പലതവണ ചോദിച്ചിട്ടും 10 മിനിറ്റിനകം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ പറഞ്ഞയാൾ മുങ്ങുകയാണ് അവിടെ നിന്നുണ്ടായത്. പിന്നെ അതും കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു ശ്രീജിത്ത് പണിക്കർ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇന്ന് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ശ്രീ മഞ്ജുഷ്, അവിടെ നടന്നത് കേവലം ഒരു അപകട മരണം എന്ന രീതിയിലത്തേക്ക് മാത്രം നമുക്ക് കരുതാൻ കഴിയില്ല. അതിൽ ആൾക്കാരുടെ അനാസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ, ഹതഭാഗ്യയായ സ്ത്രീ ആ കെട്ടിടത്തിൽ എത്തപ്പെട്ടതും അവരെ ഒരുപക്ഷെ രക്ഷിക്കാമായിരുന്ന വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടതും എല്ലാം തന്നെ മന്ത്രി ശ്രീമതി വീണ ജോർജ് എല്ലായ്പ്പോഴും പറയാറുള്ള ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം കാരണം ഉണ്ടായിരിക്കുന്ന ഒരു മരണമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന രീതിയിലത്തേക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആദ്യം അവിടെ എത്തുന്ന ഈ പറഞ്ഞതുപോലെ 1/2 മണിക്കൂറിനകത്ത് മന്ത്രിമാരൊക്കെ തന്നെ അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിയത് മുതൽ കുറേയധികം നുണകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് 2 മന്ത്രിമാരും ശ്രമിച്ചത്. അവർ പറഞ്ഞിരുന്നതെല്ലാം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞത് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നതല്ല. അങ്ങനെ ആ കെട്ടിടം പ്രവർത്തിക്കുന്നതല്ല എങ്കിൽ അത് പൂട്ടിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ പൂട്ടിയിട്ടില്ല, അതിലേക്ക് ആൾക്കാർക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അതിൽ ആർക്കാർക്ക് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞ് ആ കെട്ടിടം ബലക്ഷയമുള്ളതാണ്, അപകടാവസ്ഥയിലാണ് എന്ന് അവിടുത്തെ സൂപ്രണ്ട് തന്നെ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ. അങ്ങനെയെങ്കിൽ അവിടെ വാർണിംഗ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ കെട്ടിടം അപകടത്തിലാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആൾക്കാർ അവിടേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അവിടെ അതിൻ്റെ സമീപത്തായിട്ട് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്ന ആൾക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഒരുപക്ഷെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ ആൾക്കാർ പറഞ്ഞതുപോലെ അവിടെയുള്ള ടോയ്ലറ്റുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോയ്ലറ്റുകൾ ഉപയോഗിക്കണമെങ്കിൽ മഞ്ജുഷ് അവിടെ മിനിമം എന്ത് വേണം? വെള്ളം വേണം. അവിടെ വെള്ളം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ രോഗികളാണെങ്കിലും അവരുടെ കൂട്ടിരിപ്പുകാരാണെങ്കിലും അവിടെ പോകുന്നത്. എന്ന് വെച്ചാൽ അബാൻഡൻ ചെയ്ത് കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ, ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടത്തിൽ, ആൾക്കാർ ഉപയോഗിക്കേണ്ടതല്ല എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ വെള്ളത്തിന്റെ ലഭ്യത എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അവിടെ വൈദ്യുതിയും കിട്ടുന്നുണ്ടാകും. ഇത് രണ്ടും കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാ സമയവും ആൾക്കാർ അത് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതിനർത്ഥം ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി, രോഗികൾക്കാണെങ്കിലും കൂട്ടിരിപ്പുകാർക്കാണെങ്കിലും വേണ്ടിയിട്ട് ഇവിടുത്തെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു എന്ന് തന്നെയാണ്. ആ കാര്യത്തിൽ മാത്രമല്ല ഇത് അവിടെ കൂടി നിന്നവർക്ക് സംശയം ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പൊ ചാണ്ടിയുമ്മൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ മുകളിൽ ആ കെട്ടിടത്തിൽ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ഉപേക്ഷ കെട്ടിടമായി എന്ന്. അപ്പോൾ മന്ത്രിമാരായ വീണ ജോർജിനും VN വാസവനും ഈ സംശയം തോന്നിയില്ലേ? മന്ത്രി വീണ ജോർജിന്റെ ഓരോ പ്രവൃത്തിയും ആ സമയത്ത് ഈ സിസ്റ്റത്തിന് ഒരു തകരാറും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു. കാരണം ഇത് അടച്ചിട്ടിരുന്ന ഒരു കെട്ടിടമാണ്, അത് കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്, അത് തകർന്നു വീണു, അതൊരു സാധാരണ സംഭവമാണ്. അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു. ആ വ്യഗ്രതയാണ് ഒരു ജീവൻ നഷ്ടമാക്കിയത്. തീർച്ചയായിട്ടും. കാരണം മന്ത്രി വീണ ജോർജ് ഈ ഒരു കെട്ടിടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം അവിടെ റെഡി ആയിട്ടുണ്ട് എന്നും
അത് ഉടനെ തന്നെ ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടിരിക്കുകയാണ് എന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്രണ്ട് പറഞ്ഞു ബലക്ഷയമുണ്ട്, പുതിയൊരു കെട്ടിടം വരുന്നത് എന്തിനാണ്? മന്ത്രി അതിനെ കണക്ട് ചെയ്ത് പറയുന്നത് എന്തിനാണ്? ഈ കെട്ടിടം അവിടെ ഉപയോഗരഹിതമായി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് പകരം ബലക്ഷയമുള്ളത് കൊണ്ട് പകരം ബിൽഡിംഗ് എന്ന രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പുതുതായിട്ടൊരു ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് അടുത്ത മാസം അത് ഉദ്ഘാടനത്തിന് തയ്യാറാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇതിൽ നിന്ന് വാർഡുകളും മറ്റു കാര്യങ്ങളും ഒഴിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഈ കെട്ടിടം പൊളിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി അതിന് ബലക്ഷയമുണ്ട് എന്ന് ഉറപ്പായതിനു ശേഷം അതിനെ അനുവദിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ വലിയ തിരക്കുള്ള സമയത്തായിരുന്നു ഈ കെട്ടിടം വീണത് എങ്കിൽ കൂടുതൽ ആൾക്കാരുടെ ജീവനാശം അവിടെ ഉണ്ടാകുമായിരുന്നു. ആരുടെയോ ഭാഗ്യം കൊണ്ട് അത് അത്രയും ഉണ്ടായില്ല, പക്ഷെ ഒരാളിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഒഴിവാക്കാമായിരുന്ന, കുറച്ചുകൂടി അവധാനതയോടുകൂടി മന്ത്രി പറയുന്ന ഈ സിസ്റ്റം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഇതിൽ ഒരു മെഡിക്കൽ കോളേജാണെന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയത്തേത്. അവിടെ മന്ത്രി വാസവൻ ഈ കെട്ടിടം ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നത് അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു കെട്ടിടം ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഹൈജീനാണ്, ഹെൽത്ത് ആൻഡ് ഹൈജീനാണ് നമ്മളിവിടെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് തന്നെ നമ്മൾ ശീലിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവുക എന്നതിനപ്പുറത്തേക്ക് രണ്ടുപേർക്ക് മാത്രം നിസ്സാര പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഡെബ്രിയുടെ അടിയിൽ ഒരാൾ ഒരുപക്ഷെ ജീവന് വേണ്ടിയിട്ട് അവിടെ പിടയുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മന്ത്രിമാർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊക്കെ പിന്നീട് പറയുന്ന ആ സമയത്തൊക്കെ ഒരു ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ട് ബിന്ദു അവിടെ ഉണ്ടായിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല എന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇതിന് ശേഷം ഈ സംഭവമെല്ലാം നടന്നതിന് ശേഷം വീണ ജോർജ് വീണ്ടും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആ സമയത്തും ഉരുണ്ട് കളിക്കുകയാണ് വീണ ജോർജ്. അവരുടെ ആ പ്രതികരണം കേൾക്കാം. ഞാൻ അവിടെ ഇത് വന്ന് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. അപ്പോൾ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ, അതൊരു പ്രാഥമിക ഘട്ടമാണ്, വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് എന്ന്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം എൻഗേജ്ഡ് ആണ്. ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണല്ലോ, ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലല്ലോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും. നിങ്ങളുടെ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അത് അപ്പാടെ നിങ്ങളോട് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉരുണ്ട് കളിക്കുകയാണ് മന്ത്രി. അവരുടെ ഓരോ വാചകത്തിലും അത് പ്രകടമാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് 2013 ഈ കെട്ടിടം മെഡിക്കൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഇൻസ്പെക്ഷനിൽ ഇത് ബലക്ഷയമാണെന്നുള്ള കണ്ടുപിടിക്കുകയും 2016 വരെ അതിന്റെ മേലെ അടയിരിക്കുകയും ഒരു നടപടി പോലും സ്വീകരിക്കാതെ ഇത്രയും പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിലെ ഇതുപോലെ ബലക്ഷയം വന്നൊരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഒരു അനക്കവും നടത്താൻ 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലായതിനു ശേഷം ആ ഫയലുകൾ നീങ്ങുകയും 576 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്ത് അവിടെ 6 നിലയുള്ള ഒരു പുതിയ വാർഡ് 14 സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്റർ സഹിതം പണി പൂർത്തീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ വാർഡ് അടിസ്ഥാനത്തിലൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. 2 ശുചിമുറികൾ മാത്രമേ ഇടിഞ്ഞു വീണിട്ടുള്ളൂ. ഞാൻ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഈ ഗുരുതരമായ വീഴ്ച ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണ്, ഇവിടെ വീണ ജോർജ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നതിന് ശേഷം അവർക്ക് കിട്ടിയ ഫസ്റ്റ് ഇൻഫർമേഷൻ അവർ ഓപ്പൺ ആയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഈ മാധ്യമങ്ങൾ അവർ വരുന്നതിന് മുമ്പേ അവിടെയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഈ സ്ത്രീയെ മിസ്സായി എന്നുള്ളവരും അറിഞ്ഞ സമയം മുതൽ അതിൽ കുറച്ചുകൂടി ചടുലമായ നീക്കങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവനും വീണ ജോർജും കഴിഞ്ഞ 11 ദിവസങ്ങൾക്ക് മുമ്പ് ഈ മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട വി എൻ വാസവന് ഇൻട്രസ്റ്റ് എടുത്ത് ഒരു അവലോകനം നടത്തി. ആ അവലോകനം നടത്തുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗം ബലക്ഷയമുള്ളതാണെന്നും അത് അടച്ചിടാൻ നിർദ്ദേശം കൊടുത്തു. അത് അടച്ചിടാൻ നിർദ്ദേശം കൊടുത്തിട്ട് പാവപ്പെട്ട രോഗികൾ അവിടെ പോയിട്ടുള്ള വസ്തു, അതുകൊണ്ടാണ് ഈ അപകടത്തിൽ ഒരാൾ മരിച്ചത്.
അതിൽ വീഴ്ച വരുത്തി. ഇപ്പൊ മന്ത്രിക്ക് അവിടെ പോയി കാവൽ നിൽക്കാൻ പറ്റുമോ? അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇത് ഈ മന്ത്രി എപ്പോഴും പറയണ ഈ നേരത്തെ ആ ഡോക്ടർ ഹാരിസ് പറഞ്ഞ സമയത്തും മന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിന്റെ തകരാർ ചൂണ്ടിക്കാണിച്ചതാണെന്നാണ്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ തലപ്പത്ത് മന്ത്രിയാണല്ലോ ഉള്ളത്. അല്ല, മന്ത്രി അവിടെ പോയി കാവൽ നിൽക്കണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ ആരും പോവില്ല. രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്നവരോ പോകില്ല. കൃത്യമായ ഇൻസ്ട്രക്ഷൻ അവിടെ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ. അടച്ചിട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? അവിടെ ഒരു ഡോക്ടർ തന്നെ പറയുകയുണ്ടായി, ആ ഡോക്ടറും സംസാരിക്കുകയുണ്ടായി. ആ ഡോക്ടറാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ അവിടെ അടച്ചിട്ട മുറിയൊന്നുമല്ല, അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണെന്ന്. ആ ഡോക്ടറുടെ പ്രതികരണമുണ്ട്, അതിലേക്ക് വരാം. ഡോക്ടറാണ് ആദ്യം അക്കാര്യം പറഞ്ഞത്, ഇങ്ങനെ സംശയമുണ്ട് എന്നുള്ള കാര്യം. ശ്രീ റെജി ലൂക്കോസ്, അപ്പോൾ ഇത് അവിടെ പ്രവർത്തിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. അത് വാർഡാണെങ്കിലും ശുചിമുറിയാണെങ്കിലും എന്തായാലും അവിടെ പ്രവർത്തിച്ചിരുന്നത് തന്നെയാണ്, അടച്ചിട്ടിരുന്നൊന്നും അല്ല. അത് ഞാൻ നിഷേധിക്കുന്നില്ല മഞ്ജുഷേ. കാരണം ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് അനാവശ്യമായ ന്യായങ്ങളിലേക്ക് പോകാൻ ഞാൻ തയ്യാറാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം അവരുടെ യോഗത്തിൽ മന്ത്രിയും ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടും അത് പിന്നെയും തുറന്നിട്ട് പ്രവർത്തിപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ട്. നമ്മളത് കാണണ്ടേ? എല്ലാം തികഞ്ഞൊരു സിസ്റ്റം ഈ ഭൂമിയിലുണ്ടോ? അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെടുത്ത നടപടികൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജില്ലാ കളക്ടർ അന്വേഷണ കമ്മീഷനാണ് വെച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെ മുതൽ അന്വേഷിച്ചിട്ട് പിന്നെ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതികഠിനമായ ശിക്ഷാവിധിക്ക് അവരെ വിധേയമാക്കണം. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഭയങ്കരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിനേക്കാൾ അപ്പുറം നടന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് കുത്തൊഴിഞ്ഞ ഒരു വകുപ്പായിട്ട് കിടക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എല്ലാം ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എവിടെ ശക്തമായ നടപടി? അതൊന്നുമല്ല മഞ്ജുഷ. അതൊക്കെ നിങ്ങൾ ഈ വകുപ്പിനെ, അതായത് 2016 മുമ്പുള്ള ആരോഗ്യ വകുപ്പും നമ്മുടെ സർക്കാർ ആശുപത്രികളും ഇപ്പോഴൊന്നും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തോക്കിയാൽ അറിയാം അതിന് വ്യത്യാസം എന്നുള്ളത്. പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടില്ലെന്നൊന്നും ഞാനും പറയത്തില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല. പക്ഷെ ഇതൊരു ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ക്ലോസ് ചെയ്തിടാൻ പറഞ്ഞിരിക്കുന്ന ശുചിമുറികൾ തുറന്നു കൊടുത്ത്, ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വെള്ളം സൗകര്യങ്ങളും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. എന്താ സംശയ കാര്യത്തിൽ? അതുപോലെ തന്നെ അങ്ങനെ അതിന് ആ രീതിയിൽ ചെയ്ത അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആരാണെങ്കിൽ അതിന് ഉത്തരവാദിത്തമുള്ളവരെ കഠിനമായ രീതിയിൽ ശിക്ഷിക്കണം. ഒരു തർക്കമല്ല കാര്യത്തിൽ. അവിടെ നമ്മൾ വെറുതെ എന്തെങ്കിലും സംബന്ധിച്ച് ഉടനെ മന്ത്രിയിലേക്ക് ചായ്ക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷം നടത്തുന്ന ഒരു ദൗത്യം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരു വാചകം പറയാൻ മഞ്ജുഷിനോടെ ജില്ലയാണല്ലോ, എന്നെ അനുവദിക്കണം. മാതൃകാപരമായ മെഡിക്കൽ കോളേജാ. ഒരു ചെറിയ വീഴ്ചകൾ പോലും ഇന്നും വരെ ഈ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഞാനൊരാളെ വാനോടെ പുകഴ്ത്താൻ ശ്രമിക്കുന്നതല്ല, അത് വ്യക്തമായിട്ട് കോട്ടക്കാരൻ അറിയാം. ബഹുമാനപ്പെട്ട BN വാസവൻ MLA ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പൊ മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ ജാഗ്രതാ സമിതി ഉണ്ട്. വലിയ രീതിയിൽ എല്ലാ സെഗ്മെന്റുകളിൽ അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത്, അതുപോലെ അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ മെഡിക്കൽ കോളേജ് ഇതുപോലെ 10,000-കണക്കിന് ആളുകൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാതെ കണ്ട് അത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ പക്ഷെ നിർഭാഗ്യവശാൽ പ്രശ്നം ഉണ്ടായി. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിന്റെ പേരിൽ അതിനെ വക്രീകരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമേ എനിക്ക് വക്രീകരണമല്ല, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആരോഗ്യമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരമ്മ മരിക്കുകയാണ് ഉണ്ടായത്. അത് സിസ്റ്റത്തിന്റെ തകരാറാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് മന്ത്രി തന്നെയാണ്. അതില്ലാതെ എനിക്കതൊരു ഉത്തരവാദിത്വമില്ല, ഞാൻ പറഞ്ഞിരുന്നു ആരും അനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ പറ്റുകയില്ല. അത് അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു അങ്ങനെയൊന്നും പറഞ്ഞ് ഒരു മിനിസ്റ്ററെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിന് അർത്ഥിക്കുന്നത്, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി അത് ഉത്തരവാദിത്വം രഹിതമായിട്ട് പ്രവർത്തിച്ചെടുക്കുന്ന നടപടിയെടുത്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഒരു മന്ത്രിയെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ ഗവൺമെന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. 291 പേരുടെ മരണത്തിനൊക്കെ എയർ ഇന്ത്യ പിന്നെ അവാർഡ് ഉണ്ടായല്ലോ. എയർ ഇന്ത്യ ഗവൺമെന്റ് ഇൻകം ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ല, മന്ത്രി രാജിവെച്ചോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും പറയുന്നതിനൊന്നും അർത്ഥമൊന്നുമില്ല. ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് മനുഷ്യനെ മരണത്തിലേക്ക് വലിച്ചഴിച്ച ക്ലോസ് ചെയ്യാൻ പറഞ്ഞ ആ ശുചിമുറികൾ തുറന്നു കൊടുത്ത ഉദ്യോഗസ്ഥരാരാണോ അവര് തെറ്റുകാരാണ്. അവര് മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ ആ വില കൊടുത്തില്ല. ഇപ്പൊ അതിനൊരു വലിയ വില. ശരി, പക്ഷെ സ്പോട്ടിൽ തന്നെ വന്ന് ഇവിടെ ആരുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതേ ഉള്ളൂ. അല്ല, രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്ന ഒരു നാടാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നിമിഷങ്ങൾക്കുള്ളിൽ രക്ഷാപ്രവർത്തനം നടക്കും. ആ സ്ഥലത്ത് വന്നു നിന്ന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു മന്ത്രിയെ കാണുന്നത് ആദ്യമാണ്. ശ്രീ MK ഹരിദാസ്.
ഈ സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസറിംഗ് ആയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ എണ്ണം ജനസംഖ്യ ഒരു കൃത്യമായ അനുപാതത്തിൽ മാസാമാസം കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണെന്ന് അറിയോ മഞ്ജുഷ ഞാൻ കാണുന്നത്, ഒരു സർക്കാരിന്റെ 4-5 വകുപ്പുകളുടെ മന്ത്രിമാരുടെ പിടിപ്പുകേട് കൊണ്ട് നമുക്ക് നിത്യേന സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരികയാണ്. ഇത് തന്നെയാണ് ഇപ്പൊ ഈ കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ റെജി ലൂക്കോസ് വാചാലനായിട്ട് പറഞ്ഞു വാസവൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ എല്ലാ കാര്യങ്ങളിലും ദത്തശ്രദ്ധനായിട്ടിരിക്കുന്നു. അവിടെ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, അവിടെ വന്ന ഒരു അവലോകന യോഗം നടത്തിയിട്ട് ഈ കെട്ടിടം, അതായത് അവിടേക്ക് ആളുകളെ കടത്തിവിടരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പോയത്. ഒരു നിർദ്ദേശിക്കുക മാത്രമാണോ ശ്രീ റെജി ലൂക്കോസ് ഈ മന്ത്രിമാരുടെ ചുമതല? ഇപ്പോ പേപ്പട്ടി കടിച്ചിട്ട് ഇവിടുത്തെ മാസത്തിൽ 2 പേർ വീതം മരിക്കുന്നുണ്ട്. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയണു തെരുവ് നായ്ക്കളെ വന്ധീകരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം തീർന്നു. അതേമാതിരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി പറയുന്നു പോലീസിന്റെ വീഴ്ച കൊണ്ട്, പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം കൊണ്ടോ ആരും മരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ മന്ത്രി ഇരുന്നിട്ട് പറയുകയാണ് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളും വളരെ നന്നായി പ്രവർത്തിക്കണം, അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും ആരെയും കടത്തിവിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു. അത് കൃത്യമായി അത് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴല്ലേ ഒരു സർക്കാർ സംവിധാനം നമുക്ക് സർക്കാർ സംവിധാനം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നാളെ നമുക്ക് ഇവരൊക്കെ പറയാൻ പോകുന്നത് മഞ്ജുഷെ. അതായത് കൊളോണിയൽ സമ്പ്രദായത്തിന്റെ പിടിവിടാതെ കുറെ ഉദ്യോഗസ്ഥന്മാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉള്ളതിന്റെ ഫലമായിട്ടാണ് ഈ കെട്ടിടത്തിലേക്കുള്ള ആളുകളുടെ പോക്കുവരവ് തടയാൻ കഴിയാത്തത് എന്ന് കൂടി ഇവർ നാളെ പറയാൻ മടിക്കുകയില്ല. പക്ഷെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, രോഗികൾ പോകാറുണ്ടായിരുന്നു, കൂട്ടിരിപ്പുകാർ പോകാറുണ്ടായിരുന്നു എന്നൊക്കെ ഡോക്ടർമാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഒരു ഡോക്ടറുടെ പ്രതികരണം, ഡോക്ടറാണ് ആദ്യം ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകിയത് തന്നെ. ഡോക്ടർ ന്യൂസ് 18നോട് ആ സമയം പ്രതികരിച്ചിരുന്നു. ആ ഡോക്ടറുടെ പ്രതികരണത്തിലേക്ക്. എന്താ ഡോക്ടറെ അന്നേരം ഉണ്ടായത്, എന്താ കേട്ടത്? ഞാൻ അപ്പുറത്ത് 3-ാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിംഗ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത്. ആൾക്കാരെ ഉണ്ടായിരുന്നില്ല, കാഷ്വാലിറ്റിയോട്ട് മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പം റെസ്ക്യൂ എഫേർട്സ് തീരുന്നവരെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയൊക്കെ തന്നെ കാണും. വലിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു? എന്തായാലും ഭയങ്കര ശബ്ദമായിരുന്നു. ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരണ്ടു. ഞാൻ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താണ്, അവിടം വരെ കേൾക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ ആള് ഒഴിപ്പിച്ച വാർഡ് തന്നെയാണല്ലേ നിങ്ങൾക്ക്? വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്, പക്ഷെ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ മുകളിൽ 10-ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11-ന്റെയും 14-ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. അതിനുള്ളിൽ വാർഡ് ഭാഗത്ത് ആള് പക്ഷേ ഉള്ളതാ? വാർഡ്സ് ഫുള്ളാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. ഇതിപ്പം നിലവിൽ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്? നിലവിൽ ഈ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓർത്തോ പേഷ്യൻസ് ആണോ ഈ വാർഡിലുള്ളത്? കൂടെ ഇത് സർജിക്കൽ ബ്ലോക്ക് ആണ്. അപ്പം ഓർത്തോയും സർജറിയും ഉള്ള പേഷ്യൻസ് ആണ്. പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും കിടപ്പുണ്ട്. നിലവിൽ ഈ പരിക്ക് പറ്റിയവരുടെ സ്ഥിതി എന്തെങ്കിലും അറിയോ? ഇതാണ് ഡോക്ടർ പറഞ്ഞ കാര്യം. ആരോഗ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ശ്രീജിത്ത് പണിക്കർ എല്ലാം വ്യക്തമാണല്ലോ. അവിടെ വാർഡ് തന്നെ ഉണ്ടായിരുന്നു, അവിടെ രോഗികൾ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന്, വലിയ ഭാഗ്യത്തിനാണ് ബാക്കി ഭാഗം ഇടിഞ്ഞു വീഴാതിരുന്നത്. മഞ്ജുഷ്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേവലം ഒരു ലളിതമായ കള്ളം എന്നല്ല, പെരും നുണയായിരുന്നു ഇതുവരെ മന്ത്രിമാർ 2 പേരും പറഞ്ഞിരുന്നത് എന്നാണ്. ഇപ്പോൾ ഈ വീണ ജോർജ് സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ, ഉദ്യോഗസ്ഥരെ പറയുന്നത് തത്സമയം കേട്ടതിന് ശേഷം പറയുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അത് കണ്ടതാണ്, നിങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ അത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അക്കാര്യം അതുപോലെ മാധ്യമങ്ങളോട് റിലേ ചെയ്യുക എന്നതാണ് പണിയെങ്കിൽ വീണ ജോർജിന് പകരം ഒരു തത്തയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയാൽ മതി. കാരണം മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് ഇതേപോലെ ഇങ്ങോട്ടങ്ങ് പാടിയാൽ മതിയല്ലോ. അപ്പൊ അതല്ല ഉത്തരവാദിത്തം. ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതിനെക്കുറിച്ച് വീണ ജോർജിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനേക്കാൾ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? സർജറി നടന്നതിന് ശേഷം പേഷ്യന്റ് ICUവിൽ വിശ്രമിക്കുന്ന സമയത്ത് മാനഭംഗപ്പെടുന്ന കേസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് എന്താ നടപടി ഉണ്ടായിരിക്കുന്നത്? ആരാ അവരോടൊപ്പം നിന്നിരിക്കുന്നത്? അപ്പൊ ഇത് ആദ്യമായിട്ടല്ല, നിരവധി തവണ ഇതേപോലെ ഉണ്ടാകുന്ന സമയത്തെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവും ആൾക്കാരോട്, ഉദ്യോഗസ്ഥരോട്, ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ഒരു തത്തമ്മ കണക്ക് പാടുകയും ചെയ്യുക
എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ജോലി എന്നാണ് വീണ ജോർജ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മുമ്പ് CPM-ൽ നിന്ന് തന്നെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആരോഗ്യമന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും പലരെയും താങ്കളിലേക്ക് വരാം. സംസ്ഥാനമെമ്പാടും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യായമായ ഒരു ആവശ്യമാണ് വിവിധ സംഘടനകൾ ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രി ഇന്ന് വലിയൊരു കള്ളം പറഞ്ഞു, അത് ഒരു ജീവൻ നഷ്ടപ്പെടുവാനും ഇടയായി. ആരോഗ്യമന്ത്രി ഒരു നിമിഷം പോലും പദവിയിൽ തുടരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. ഇപ്പോൾ BJP-യുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതേ സമയത്ത് തന്നെ കോട്ടയത്ത് ശക്തമായ പ്രതിഷേധത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ. അവർ തെരുവിലാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് തകർന്നു വീണ് കോട്ടയം തലയോലിപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവിന്റെ മരണം അത് ഞെട്ടിക്കുന്നതാണ്. മകൾക്ക് കൂട്ടിരിക്കാൻ വന്നതാണ് ബിന്ദു. ആ യുവതിയാണ് മരിച്ചിരിക്കുന്നത്. അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിലായിരുന്നു വാർഡ് പ്രവർത്തിച്ചു വന്നത് എന്നത് അതീവ ഗുരുതരമായ കാര്യമാണ്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ മന്ത്രിമാരായ VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനം വൈകുവാൻ ഇടയാക്കി. 2 മണിക്കൂറിലധികം സമയം കഴിഞ്ഞാണ് JCB അവിടെ എത്തിച്ച് അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും ബിന്ദുവിന്റെ ജീവൻ നഷ്ടമായിരുന്നു. വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. ശ്രീ പണിക്കർ, താങ്കൾക്ക് തുടരാം. ഇതിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അത് നേരത്തെ ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ അഹമ്മദാബാദിലെ എയർ ആക്സിഡന്റിനെ തുടർന്ന് കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലെ അല്ല. കാരണം അത് ഒരുപക്ഷെ ഒരു പൈലറ്റ് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ഒരു പിഴവായിരിക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ഇതിനോടകം തന്നെ വന്നിരിക്കുന്നതെല്ലാം കള്ളങ്ങളാണ്. ഒന്ന്, അവിടുത്തെ സൂപ്രണ്ട് തന്നെ ഇന്ന് ക്യാമറയുടെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു ആ ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട് എന്ന്. 2, മന്ത്രി തന്നെ കൺഫേം ചെയ്യുകയാണ് ആ ബിൽഡിങ്ങിന് പ്രശ്നമുള്ളത് കൊണ്ട് പുതിയ ബിൽഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് പ്രശ്നമുണ്ട് എന്നുള്ളത് കൺഫേംഡ് ഫാക്റ്റാണ്. എന്നിട്ടും ഇത്രയും ആൾക്കാരുടെ ജീവൻ റിസ്ക് ചെയ്യുന്ന രീതിയിലത്തേക്ക് എന്തുകൊണ്ട് അവിടെ വാർഡ് റൺ ചെയ്തു? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് എന്താണ് ന്യൂസ് 18-നോട്? അവിടെ വാർഡ് റൺ ചെയ്യുന്നുണ്ട് എന്നാണ്. ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട് ഒരുപക്ഷെ അതിൽ പൊളിഞ്ഞു പോയപ്പോൾ വാർഡല്ല പൊളിഞ്ഞിരിക്കുന്നത്, മറിച്ച് ടോയ്ലറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആൾനാശം ഒന്നിൽ നിന്നിരിക്കുന്നതും സാരമായ പരിക്കില്ലാതെ മറ്റുള്ള ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് വാർഡിന്റെ ഭാഗമായിരുന്നു പൊളിഞ്ഞു വീണിരുന്നതെങ്കിലോ? അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇതൊരു ടെക്നിക്കൽ എറർ അല്ല, മറിച്ച് ഈ ബിൽഡിങ്ങിന് പ്രശ്നമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനെ വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന് നല്ലൊരു മന്ത്രി എന്ത് ചെയ്യാനാണെന്നാണ് റെജി ലൂക്കോസ് ചോദിക്കുന്നത്. മന്ത്രി ഉത്തരവ് കൊടുത്തല്ലോ, ഇപ്പോൾ അവലോകന യോഗം ചേർന്നിരുന്നു, അന്നേരവും ഈ നിർദ്ദേശം കൊടുത്തിരുന്നുവല്ലോ. അതുകൊണ്ട് മന്ത്രി എന്ത് ചെയ്യണമെന്നാണ്? അല്ല, നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ നിങ്ങളോട് പോയി ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം തീർന്നില്ല. കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, അത് ശരിയാണോ എന്ന് കൃത്യമായിട്ട് ഒരു ദിവസം വെച്ചിട്ട് പരിശോധിക്കുന്നിടത്താണ് ഒരു അധ്യാപകൻ മികച്ച അധ്യാപകനായി മാറുന്നത്. അതേപോലെ നിർദ്ദേശം കൊടുക്കുന്നതിന് ആർക്കും പറ്റും. എനിക്ക് പറ്റും, ശ്രീ റെജി ലൂക്കോസിന് പറ്റും, ശ്രീ ഹരിദാസിന് പറ്റും. പക്ഷെ അതല്ലല്ലോ നിങ്ങളുടെ കാര്യക്ഷമത തെളിയിക്കുന്ന എവിടെയാണ്? നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നതിനെ നടപ്പാക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ഉണ്ടാവുക, പരിശോധനകൾ ഉണ്ടാവുക. അതിനുവേണ്ടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അതല്ലാതെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ കേവലം ഡോക്ടർമാരും നഴ്സുമാരും മാത്രമല്ല, ഉദ്യോഗസ്ഥരുണ്ട്. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയാണ്? ഓരോ ജില്ലയിലും ആരോഗ്യ വകുപ്പിന് ചുമതലപ്പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ? അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളിൽ തന്നെയല്ലേ? അതിൽ മെഡിക്കൽ കോളേജ് സന്ദേശങ്ങൾ വരുന്നുണ്ട്. അതിൽ ചോദിക്കുന്നത് ഇപ്പോൾ ന്യൂസ് 18-നോട് തുറന്നു പറഞ്ഞ ആ ഡോക്ടർ നടപടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്കറിയാം, നേരത്തെ ഹാരിസിനെതിരെ CPM-ഉം മന്ത്രിമാരും ഇറങ്ങി പുറപ്പെട്ടത്, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഡോക്ടർക്ക് നേരെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി സംശയിക്കേണ്ടത്. മഞ്ജുഷ്, അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്തെന്നറിയോ? ഇന്ന് മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന നോക്കുക. ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നതല്ല, എന്നിട്ടും ആൾക്കാർ അവിടേക്ക് കടന്നു കയറിയതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ കുറ്റം ചാർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണ്. അവിടെ കടന്നു കയറിയിരിക്കുന്ന ആൾക്കാർ പ്രവേശനമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അനുമതിയില്ലാതെ അവരവിടെ കടന്നു കയറിയിരിക്കുന്നതായിരിക്കും. ഇല്ലീഗലായിട്ട് എൻട്രി ആണ്. ശ്രീത്ത്, അവിടെ വാർഡ് പ്രവർത്തിക്കുന്നുണ്ട്, ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. എന്നിട്ടാണ് മന്ത്രി VN വാസവൻ ഇങ്ങനെ വികലമായ പ്രസ്താവനകൾ നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും പറയുന്നത് കേട്ടതിന് ശേഷം, അത് സൂപ്രണ്ട് ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും പറയുന്നത് കേട്ടതിന് ശേഷം അത് റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് തത്തമ്മ മതിയെന്നേ. വീണ ജോർജ് വേണ്ട, VN വാസവൻ വേണ്ട, 2 തത്തയും കൊണ്ട് കാര്യം കഴിയും.
അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. എവിടെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണം. അതല്ലാതെ നമ്മൾ ഈ PR കാണുന്നത് പോലെ എവിടെയെങ്കിലും സർക്കാർ തന്നെ പണം കൊടുക്കാതെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സാധനങ്ങൾ വാങ്ങി വെക്കാൻ കഴിയാതിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടൊരു സൂപ്രണ്ടിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ അല്ലിത്. അത് PR ആണ്. ഇവിടെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അത് നടപ്പാക്കിയില്ല? ഇവിടെ വാർഡ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ കാര്യങ്ങളെ പറ്റി മന്ത്രിക്ക് എന്താ അറിവില്ലാത്തത്? ആരെങ്കിലും മാത്രമല്ല സ്ഥിരമായിട്ട് അവലോകന യോഗങ്ങൾ ചേരാറുള്ളതാണല്ലോ, സ്ഥിരമായിട്ട് അവലോകന യോഗങ്ങൾ ചേരാറുള്ളതാണ്. അല്ല, ഇതേ അവലോകന യോഗം നമ്മൾ അവിടെയും കണ്ടു. എവിടെയാ? മറ്റേ നാഷണൽ ഹൈവേയുടെ പാത പൊളിഞ്ഞു പോയെടുത്ത് അവിടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴിൽ ദിവസേന അവലോകന യോഗം നടക്കുന്നുണ്ടെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഈ അവലോകന യോഗങ്ങളെല്ലാം നടക്കുന്നത് ഇതേപോലെയാണ്. നോക്കൂ, ഇതില് ബ്ലെയിം ചാർത്താനായിട്ട് ശ്രമിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയാണ്. പക്ഷെ ആ ആൾക്കാരെ ആരും വിലക്കിയിട്ടില്ല. അപ്പൊ എത്ര അധമ പ്രവൃത്തിയാണ് ആ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുറ്റം പറ്റിയിരിക്കുന്ന, ഈ പ്രശ്നം പറ്റിയിരിക്കുന്ന ആൾക്കാരെ, അവരെ കൂടെ കുറ്റം ചാർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇവിടെ ശ്രമിക്കുകയാണ്. ഈ സിസ്റ്റമാണ് രീതിയിലുള്ള പ്രതികരണമൊക്കെയാണ് മന്ത്രി VN വാസവൻ ഇന്ന് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവിടെ നടക്കുന്നത് എന്താണെന്ന് മന്ത്രി വാസവൻ അറിയാവുന്ന കാര്യമാണല്ലോ. മെഡിക്കൽ കോളേജുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് മന്ത്രി VN വാസവൻ. താങ്കൾ നേരത്തെ അത് പറഞ്ഞിരുന്നു, ഞാൻ ശരിവെക്കുകയാണ്. എനിക്കറിയാവുന്നതാണ്. എൻ്റെ ജില്ലയാണ് കോട്ടയം. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് ഇതിൽ ധാർമ്മിക രോഷം കൂടുതലുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരിയാണ് മരിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ കുറച്ച് ധാർമ്മിക രോഷം കൂടും. അതുകൂടി താങ്കൾ മനസ്സിലാക്കണം. അല്ല, മന്ത്രി VN വാസവനെ ഏതാണ്ട് 10-40 വർഷമായിട്ട് കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾക്കെല്ലാം അറിയാം. അതേ ഏത് രീതിയിലാണ് മനുഷ്യരോട് ഇടപെടുന്നതെന്നും അതേ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നും മനുഷ്യത്വത്തിന്റെ വലിയ ഒരു ഉദാഹരണമായിട്ട് ഞങ്ങളല്ല അദ്ദേഹത്തിനോട്, നിങ്ങൾ കോൺഗ്രസ്സുകാരോട് BJP-ക്കാരോട് ചോദിച്ചു നോക്കുക. അദ്ദേഹത്തിന് അങ്ങനെ വലിയ പ്രത്യേക രാഷ്ട്രീയപരമായ രീതിയിലുള്ള നിലപാടുകളെങ്കിലും ഉപരിയായിട്ട് മനുഷ്യരോട് അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കലും ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞൊരു ചരിത്രമില്ല. അങ്ങനെ പറയത്തില്ല. അത്രയ്ക്കും ധാർമ്മികതയുള്ള മന്ത്രി. ഞാൻ അദ്ദേഹത്തിനെ പൂഴ്ത്താൻ പറയുന്നതല്ല. എനിക്ക് എത്രയോ വർഷമായിട്ട് ഞങ്ങളുടെ കോട്ടയംകാരൊക്കെ അറിയാം. അദ്ദേഹത്തെ നിങ്ങൾ കേട്ടോ, അദ്ദേഹത്തിന് എല്ലാവരും വാസവൻ ചേട്ടാന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന മന്ത്രി ഉണ്ടോ? അദ്ദേഹത്തിനും അതിനോട് എതിർപ്പില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതിശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA-യുടെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടക്കുന്നത്. അവിടെ സർക്കാരിന്റെ അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് രാവിലെ എന്ന കാര്യം വ്യക്തമായിരുന്നു. ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ചാണ്ടിയുമ്മനാണ് ഈ അവശിഷ്ടങ്ങൾ ക്ലിയർ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ നോക്കണമെന്ന് പറഞ്ഞേ. അതിനുമുമ്പ് തന്നെ ഓർഡർ കൊടുത്തൊരാളല്ലേ VN വാസവൻ. അതേ അവിടെ വെച്ച് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കേട്ടില്ലേ? ആര് വന്നു? നിസ്സഹായനായി അവിടെ ചാണ്ടി ഉമ്മനും നാട്ടകം സുരേഷും ഒക്കെ നിൽക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. അവർ കെഞ്ചുന്നുണ്ടായിരുന്നു ആളുവ എന്നുള്ള കാര്യം. ആരും അങ്ങോട്ട് വന്നില്ലല്ലോ. എന്നിട്ട് അവിടെ ഈ ഇപ്പം വരും, 10 മിനിറ്റിനകം വരുമെന്ന് പറയുന്നത് താങ്കൾ കേട്ടല്ലോ. 10 മിനിറ്റിനകം വന്നില്ല. അവിടെ ഞാൻ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യാനാണല്ലേ ചർച്ച ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കും വേദനയുള്ള ഒരു സംഭവം അത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 25 മിനിറ്റിൽ വീരവാസവനും മന്ത്രി വീണ ജോർജ് അവിടെ എത്തി. അവരവിടെ എത്തിക്കഴിയുമ്പോഴത്തെ ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം VN വാസവൻ ഫയർഫോഴ്സിന്റെ കോട്ടയം ജില്ലാ മേധാവി നേരിട്ട് വിളിച്ച് പെട്ടെന്ന് ഇവിടെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ വന്നു. പക്ഷെ അങ്ങോട്ട് JCB കയറ്റാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ കെട്ടിടത്തിന്റെ കൺജസ്റ്റ് എങ്ങനെയാണ്? അത് ഇടിച്ചു പൊളിച്ച് മറ്റു മാർഗത്തിലൂടെ ചെന്നപ്പോഴത്തേക്ക് ഡിലേ എന്നുള്ള വസ്തുതയാണ്. അപ്പൊ ആ മുൻകൈ എടുത്ത VN വാസവൻ അല്ലാതെ ചാണ്ടിയുമ്മനകത്ത് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ചാണ്ടിയുമ്മനെ വിളിപ്പിക്കുന്നത്? എനിക്കത് മനസ്സിലാകത്തില്ല. ചാണ്ടിയുമ്മൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അത് ആരായാലും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ക്ലിയർ ചെയ്യും. പക്ഷെ ക്ലിയർ ചെയ്യേണ്ട ഉപകരണങ്ങൾ അങ്ങോട്ട് കയറ്റാൻ പറ്റാത്ത സാഹചര്യമല്ലേ വന്നേ? ഇതൊരു ഹ്യൂമൻ എറർ അല്ല. പക്ഷെ ഡിലേ ആയി. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ആ ബിന്ദു എന്ന് പറയുന്ന നിസ്സഹായ സ്ത്രീയെ അവരെ കാണാനില്ല എന്നുള്ള അവരുടെ ഭർത്താവിന്റെ പറയുന്ന കാര്യത്തിൽ ഒരു എന്താ പറയാ, അത് ചില കാതുകളിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞാനും അംഗീകരിക്കുന്നു. ശരി, ആ പ്രതിഷേധത്തിലേക്കൊന്ന് പോകാം. മതി വേറെ ആരും തള്ളണ്ട. വേറെ ആരും അവര് മതിയെന്നേ.
രാത്രിയിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. അവിടെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തി വരുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ശ്രീ റെജി ലൂക്കോസ്, പ്രതിഷേധം ശക്തമാണ്. മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു പൊതുവികാരം ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അത് ശരിയാ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ചാകരയാക്കി ഏതാണ്ട് 88 രൂപ കണക്കുമ്പോൾ വരെ തട്ടിപ്പ് നടത്തി അവരെ ആദ്യം രാജിവെക്കട്ടെ. അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് MLA അതിനവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിട്ട് എന്നിട്ടാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടാനായിട്ട്. അത് അവരാദ്യം ചെയ്യേണ്ടത്. ഇന്ന് കേരളത്തിൽ ആ മുഖം മൂടി ശ്രീജിത്തുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ജി ശ്രീജിത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണല്ലോ ശ്രീജിത്ത് ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നത്. ചാണ്ടി ഉമ്മനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? മഞ്ജുഷ, തീർച്ചയായും. അതായത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ പന്തം കൊളുത്തി പ്രകടനം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇവരുടെ മൃതദേഹം, ബിന്ദുവിന്റെ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചത്. ഇത് പെട്ടെന്ന് ഇവിടേക്ക് പുറത്തേക്ക് എത്തിച്ചപ്പോൾ ഈ പ്രവർത്തകരെ തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ചാണ്ടി ഉമ്മനും ഒപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചത്. എന്തായാലും ഇതിനിടെ ഈ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, ഈ പെൺകുട്ടിക്ക്, ബിന്ദുവിന്റെ മകൾക്ക് ജോലി നൽകണം എന്ന ആവശ്യവും ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചു. തുടർന്ന് പോലീസുമായൊരു ബലപ്രയോഗം തന്നെ ഇവിടെ ഉണ്ടായി. പ്രവർത്തകരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇനിയും പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയി മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരിക്കും ഇന്ന് വെക്കുക. നാളെ രാവിലെ അവിടെ നിന്നും വീട്ടിലെത്തിച്ച് 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു പ്രകോപനോട് സൃഷ്ടിച്ചില്ല. ഞാൻ എന്റെ അടുത്ത് സംസാരിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെടണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ പേരിൽ പോലീസ് നടത്തിയ നാടകം, അതിന്റെ അവസാനം യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അതായത് വിടാതെ നമ്മൾ മാറുന്നു. അതാണ് പൊതുവെ പറയാനുള്ളത്. അദ്ദേഹത്തെ പിന്മാറുന്നില്ല. ഒരാളെ എടുത്തിട്ടില്ല. എന്തിന്റെ പേരിൽ? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വന്നിട്ടില്ല. എന്തിന്റെ പേരിലാണ്? ഞങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ മാറിക്കൊടുക്കാനേ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രതിഷേധം പറയണം. ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം, ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന്റെ കൈ തന്നെ പിടിച്ച് ഇരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഇതാണ് നിലപാട്. എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എല്ലാത്തിനും പരിധിയില്ലേ? ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥയെത്തും. മുണ്ടക്കൈയും ചൂരൽമലയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തോട് കാണിക്കുന്നതുകൊണ്ട് ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ ആരെയും പറഞ്ഞില്ല. അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ട് മാറും. അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ വന്നതാണ്. അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുക. ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതിനൊക്കെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ അസസ് ചെയ്യുള്ളൂ. 6 ആംബുലൻസ് ആണ്, എന്തുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു വാക്ക് പറയണമെന്നേ പറയുള്ളൂ. ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാണെന്ന് പറയുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് തന്നെ പിന്നോട്ട് പോകാൻ പറ്റും. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ. കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ, മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉള്ളത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചില യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ വിട്ടുനയിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉന്നയിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു എന്താന്ന് വെച്ചാൽ
അവിടെ അത്രയും പേര് ഞാനുൾപ്പെടെ നിൽക്കുമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആ സമയത്ത് ശ്രമിക്കുകയെങ്കിലും ചെയ്യണമെന്നൊരു മനസ്സിൽ എപ്പോഴും കുറ്റബോധം എനിക്കുണ്ട്. ആ സമയത്ത് ഈ JCBക്ക് വരെ വെയിറ്റ് ചെയ്ത് JCB വന്ന് എടുത്ത് മുന്നോട്ട് പോകും. ഞങ്ങൾക്കെല്ലാം വളരെ വിഷമമുണ്ടാക്കുന്ന സാഹചര്യം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് നീതി നടപ്പിലാക്കണം. പക്ഷേ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപ, അതുപോലെ ജോലി, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ദത്തെടുക്കുക. ഒപ്പം ഇവിടെ നമുക്കറിയാം 3,40,000 രൂപ ബില്ല് കൊടുക്കുകയാണ്. ഏതാ ആ ചികിത്സയ്ക്ക് ആ ചെലവ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കണം ഈ കുട്ടിയുടെ. അത് അനിവാര്യതയാണ്. ആ ഒരു കാര്യമേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നേരത്തെ പ്രതിഷേധം ശക്തമായിരുന്നു. ആംബുലൻസ് തടയുന്ന രീതിയിലേക്ക് വന്നിരുന്നു. ആംബുലൻസ് ഇടിപ്പിക്കുവാൻ ശ്രമിച്ചു MLA എന്നുള്ള ആരോപണം യൂത്ത് കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ രാജി, ഒപ്പം തന്നെ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ, എന്തായാലും ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണല്ലോ ഈ പ്രതിഷേധത്തിന് പിന്നിലും ഉള്ളത്. തീർച്ചയായിട്ടും അത് സർക്കാരിന് അവഗണിക്കാൻ കഴിയുകയുമില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരിക്കലും അങ്ങനെ ഒരു മരണം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അവരവിടെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഫെസിലിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ബിൽഡിങ്ങിലേക്ക് ആ ഹതഭാഗ്യയായ സ്ത്രീ പോയത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അവർക്ക് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചതുകൊണ്ട് അതിൽ സംസ്ഥാന സർക്കാരിന്, ആരോഗ്യ വകുപ്പിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം, ഒരു നഷ്ടപരിഹാരവും മതിയായതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ കുടുംബത്തിന്റെ ഭാവി സെക്യൂർ ചെയ്യുന്ന രീതിയിലത്തേക്ക് അവർക്ക് ധന നഷ്ടപരിഹാരം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളിന് ജോലി നൽകണമെന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ കുടുംബത്തിന്റെ പ്രതീക്ഷയെ, ആ കുടുംബത്തിന്റെ ഒരു ആശ്രയത്തിനെ ഇല്ലാതെയാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. അതുകൊണ്ട് അതിൽ മറ്റേതൊരു വിഷയത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തം, ധാർമ്മികമായിട്ട് മാത്രമല്ല അവരുടെ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ട് കൂടിയുള്ള ഒരു ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിനെ കുറച്ചുകൂടി മര്യാദയോടുകൂടി സമയബന്ധിതമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരോട് അവിടെ ഉണ്ടായിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പല ജനപ്രതിനിധികളും സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്തെല്ലാം അവർ പറഞ്ഞിരുന്നത് ഈ വന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പെട്ടെന്ന് നോക്കണം, രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്തണം എന്നാണ്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ അതിനു വേണ്ടുന്ന കാര്യം ശ്രദ്ധിക്കുന്നതിന് പകരം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രിമാർ ശ്രമിച്ചത്. അപ്പോൾ അതിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം പോലും ഉണ്ടാകാതെ ആ സമയത്ത് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണോ അത് റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബദ്ധപ്പാട് മാത്രമാണ് നമ്മൾ കണ്ടത്. ആ ബദ്ധപ്പാടിനിടയിലും കിഫ്ബി വഴി പുതിയ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഷിഫ്റ്റിംഗ് നടക്കുന്നു. അടുത്ത മാസത്തേക്ക് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്നതിനും കിഫ്ബിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ അവെയർ ആയിരുന്നേ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചത്. അവിടെ ആരെങ്കിലും കിഫ്ബിയെ പറ്റിയോ പുതിയ ബിൽഡിങ്ങിനെ പറ്റിയോ പറഞ്ഞാൽ മതി. കിഫ്ബിയെ പറ്റിയൊക്കെ പറഞ്ഞ് മേനി നടക്കേണ്ട ഒരു സമയമല്ല ഇത്. അതാണ് ഒരു സാമാന്യ മര്യാദ പോലും പുലർത്താതെയുള്ള സംസാരമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മുഴുവനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരുവാനുള്ള കിണഞ്ഞ പരിശ്രമമായിരിക്കും ആരോഗ്യമന്ത്രി നടത്താൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അതിന്റെ ഒരു പ്രതിഫലനം കണ്ടു. ഉച്ച കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ ഇപ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. അല്ല, ഞാനും ഈ ചർച്ചയിൽ ആവശ്യപ്പെടുന്നത് ആ നിസ്സഹായ ഹതഭാഗ്യവാദിയായ ബിന്ദുവിന്റെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം നൽകണം. ആ കുഞ്ഞിന് ജോലി കൊടുക്കണം. അവിടെ ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തതുപോലെ അവരുടെ കുടുംബത്തിന് ധനസഹായം നൽകിയതുപോലെ ഈ കുടുംബത്തിന് നൽകണം. അത് സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് കരണീയം. അത് നൽകിയേ പറ്റൂ. കാരണം അവരുടെ അതല്ലാത്ത കുറ്റം കൊണ്ട് നിർഭാഗ്യവശാൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞതാണ്. തന്നെയല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം തറയിൽ പർവ്വതത്തിനോട് സുഹൃത്തുക്കളായിട്ട് വിളിച്ചപ്പോൾ അവർ ആ കുടുംബത്തിന് വരുമാനം തന്നെ ആ പാവപ്പെട്ട സ്ത്രീയായിരുന്നു പറഞ്ഞത്. പ്രായമായ ഒരു അമ്മ, ഒരു മകള്, ഒരു മകൻ. അപ്പൊ അതുകൊണ്ട് പറക്കമില്ലാത്ത ആ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം. അവർക്ക് വേണ്ട ധനസഹായം സർക്കാർ കൊടുക്കണം. അത് കൊടുക്കും. ഈ ഗവൺമെന്റ് അതിന് മടിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചോദ്യത്തിന് മറുപടി ഇത്രേ ഉള്ളൂ. മന്ത്രി വീണ ജോർജ് ഫലപ്രദമായ രീതിയിൽ ആരോഗ്യവകുപ്പ് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ കഴിഞ്ഞ 4 വർഷമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ പ്രാഥമിക ആരോഗ്യത്തിന് മെഡിക്കൽ കോളേജ് വരെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളോട് ചെയ്യുന്ന സമീപനം എന്താണെന്നും സ്വകാര്യ ആശുപത്രികളുടെ വാതിലുകൾ അടച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളിലും വാതിലുകൾ തുറന്ന് 10,000 കണക്കിന് ആൾക്കാർക്ക് ആശ്രയമാകുന്നതിന്റെ
ഒരു കാരണം ഈ ഗവൺമെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ കാര്യം എങ്ങനെയാണ് ശരിയാവുന്നത്? ആരാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ആരോഗ്യമന്ത്രിയെ ആര് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ്? അത് വളരെ വിഷ്വലായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നെ ശൈലജ ടീച്ചറിനെ കമ്പയർ ചെയ്തുകൊണ്ട് അവര് കൊള്ളാത്തൊരു ഇതാണ്. അവർ ഏതെല്ലാം നിങ്ങൾ തന്നെ ഈ ചർച്ചയെ പറഞ്ഞില്ല അവർ രാജിവെക്കേണ്ട അനിവാര്യമാണെന്നൊരു. അല്ല, ഇത്തരം വീഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യം ഉയരുന്നതല്ലേ? പിന്നെ ശൈലജ ടീച്ചറുമായിട്ട് താരതമ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമല്ലേ അത്? മുൻ ആരോഗ്യമന്ത്രിമാരുമായി താരതമ്യപ്പെടുത്തും. അത് അല്ലല്ല, അതെങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കലാകും? അല്ല, ഞാനത് ചോദിക്കട്ടെ, ഒരൊറ്റ ചോദിച്ചു അന്വേഷിച്ചുകൊണ്ട് 2013 ഇത് ബലക്ഷയമുള്ളതാണെന്ന് അടിയന്തരമായിട്ട് ഇവിടെ കെട്ടിടം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻസ്പെക്ഷൻ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടും അന്ന് കോട്ടയത്തിന് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ 3 വർഷക്കാലത്തേക്ക് ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടായിരുന്നോ? 2014 ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ പറയുന്ന എമൗണ്ടോടുകൂടി ഇത്രയും വലിയ കെട്ടിട സമുച്ചയം പണിത് എന്തുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കുന്നത്? കിഫ്ബിയുടെ 9 വർഷത്തിന് ശേഷം ആ കെട്ടിടത്തിൽ രോഗികളുണ്ടായിരുന്നല്ലോ. 9 വർഷത്തിന് ശേഷവും ആ കെട്ടിടത്തിൽ രോഗികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ അപകടം ഉണ്ടായപ്പോൾ ഒരാൾ മരിക്കാനിടയായത്. അല്ല, അത് ആ കെട്ടിടത്തിൽ പരിശോധിച്ച ശേഷം രോഗികളെ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഇൻസ്പെക്ഷനും ഇല്ല. അവിടുത്തെ ശുചിമുറികളും മറ്റു പ്രദേശങ്ങളും അപകടത്തിലാണെന്ന് അവിടെ പ്രവേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹരിദാസ് സാറോട് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെയൊക്കെ ദോഷങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നവരാ. അതിനൊരു തർക്കമില്ല. കാര്യം മനുഷ്യനാണ്, നമുക്ക് എല്ലാത്തിനും കയറി ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പേരിൽ ഒരു വളഞ്ഞിട്ടാക്രമണം, പാതിരാത്രി യൂത്ത് കോൺഗ്രസ് തെരുവിൽ ഇറക്കുക, അതിനാ ഞാൻ പറഞ്ഞത് പോക്കറ്റിലേക്ക് മുക്കിയ കോടിക്കണക്കിന് രൂപ ആദ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ, എന്നിട്ടാട്ടെ ഈ പറയുന്ന പാതിരാത്രിക്ക് ഈ നാടകം കളിക്കാനായിട്ട്. നാടകം കളി എന്ന് പറയരുത് ശ്രീ റെജി ലൂക്കോസ്. അല്ലല്ല, ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. സംശയമില്ലാത്ത കാര്യമാണല്ലോ. അല്ല, അത് ഉത്തരവാദിത്തപ്പെട്ട തീർച്ചയായിട്ടും. ഇവിടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും പാതിരാത്രിക്ക് സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാതിരാത്രിക്ക് ഇറങ്ങുമ്പോൾ തങ്ങൾ കാണിച്ച ഒരു ദുരന്തമുഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കൊള്ളയടിച്ച ഒരു ദുരന്തത്തിനെ പോലും കൊള്ളയടിച്ച ആ പറയുന്നവരുടെ ധാർമ്മികത മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. അത്രമാത്രം ധാർമ്മികത ഉള്ളവരാണെങ്കിൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആരോഗ്യമന്ത്രി. അല്ല, ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒഴിച്ചോടിച്ചിട്ടുണ്ടോ? വീഴ്ച സമ്മതിക്കാൻ തയ്യാറല്ല. അല്ലല്ല, അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടൊന്നുമില്ല. അവർ ഏതെങ്കിലും കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുണ്ടോ? അതെങ്ങനെയാ മനുഷ്യ ഉത്തരവാദിത്തമുള്ളൊരു ബോധമുള്ള മന്ത്രിയല്ലേ, അല്ലെ മന്ത്രിയായിട്ടല്ലേ നിമിഷങ്ങൾക്ക് അവിടെ ചെല്ലുകയും അതിനൊരു ഉത്തരവിടുകയും ജില്ലാ കളക്ടറെ ഒരാഴ്ചക്കുള്ളിൽ ഉത്തരവ് അന്വേഷണ നടപടി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും വളരെ ഫലപ്രദമായി ഇടപെടുകയും ചെയ്തത് സാധാരണ നടപടിക്രമം മാത്രമാണ്. അല്ല, ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അന്വേഷിക്കുന്നതൊക്കെ സാധാരണ നടപടിക്രമം മാത്രമാണ്. അതൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കലല്ല. അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രാജിക്കുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നല്ലേ? എനിക്കതൊക്കെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒറ്റ മന്ത്രിക്ക് ഒരാഴ്ചക്കുള്ളിൽ ആ മന്ത്രി സ്ഥാനത്തിരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളതാണ് ജനങ്ങൾ വിശകലനം ചെയ്തത്. അത് ജനങ്ങൾ തൊട്ടറിയുന്നുണ്ട്. ഇന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബൈറ്റ്, എനിക്ക് ശ്രീജിത്താണ് എടുത്തൊരു സംശയമുണ്ട് നിങ്ങളുടെ റിപ്പോർട്ടർ, അത് സബ്ജക്ട് ടു കറക്ഷൻ. ഒരു രോഗി എന്നാ പറഞ്ഞേ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ ഒരു ആശ്വാസമാണ്, പക്ഷെ ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും അവർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെയും ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും തകർത്ത് ഒരു മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച് അടുത്ത വർഷം അപ്പൊ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും വഴി തുറക്കാനാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ. ഈ മന്ത്രി ആരോഗ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള പരാമർശം റെജി ലൂക്കോസ് നടത്തുകയുണ്ടായി. ഞാൻ എന്തായാലും അത് അംഗീകരിക്കുന്നില്ല. താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? അല്ലത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന്റെ അക്കൗണ്ടബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അവസാനം ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഒരു രോഗി ഏതോ ഒരു മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നത് ഒരു ആശ്വാസമാണ് എന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഫെസിലിറ്റികൾ അവിടെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. അത് സർക്കാരിന്റെ ഒരു നേട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നല്ലത് മാത്രം സർക്കാരിന്, ചീത്തയൊന്നും സർക്കാരിനല്ല എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ എവിടെയാണ് ശരിയാവുക? ഞാൻ ചോദിക്കുന്നത് ശ്രീ റെജി ലൂക്കോസിനോട് മാത്രമെന്നല്ല, സർക്കാരിനോടുള്ള എൻ്റെ ചോദ്യം, ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇപ്പൊ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു കെട്ടിടം തകർന്നു വീരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾ ആരെയൊക്കെ ഉത്തരവാദിത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിസ്റ്റം എന്ന് പറയുന്നതിനെ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് വെക്കും. വേണമെങ്കിൽ അവിടുത്തെ സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു എന്ന് പറയും. സൂപ്രണ്ട് ഇത് മുമ്പ് ഉയർത്തിയിട്ടില്ല ഈ പ്രശ്നം എന്നൊക്കെ പറയും. പക്ഷേ അതിനുള്ള സ്കോപ്പ് പോലും ഇനി അവശേഷിക്കുന്നില്ല എന്ന് ഓർക്കണം. കാരണം മന്ത്രി തന്നെ പറഞ്ഞത് എന്താണ്? കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഈ ബിൽഡിങ്ങിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ കണ്ടതാണ്, ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ഇതിനെപ്പറ്റി നേരത്തെ മന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോൾ ഒരിക്കലും ഇതിന്റെ ഉത്തരവാദിത്തം മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ പ്രവർത്തകരും ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ കെട്ടിടം വെറുതെ അങ്ങ് തകർന്നു വീണു,
അപ്പൊ അതുകൊണ്ട് അതിൽ ആർക്കും ഉത്തരവാദിത്തമില്ല, സിമെന്റും കമ്പിയും കുറവായിരുന്നു എന്നാണോ നമ്മൾ പറയേണ്ടത്? നോക്കൂ, ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സൈറ്റ്, ആ സൈറ്റിൽ വരുന്ന സമയത്ത് ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടതിനാണ് രക്ഷാപ്രവർത്തനത്തിനാണ്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ രക്ഷാപ്രവർത്തനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് അവന്റെ തലയിൽ പൂച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ വെച്ച് അടിക്കുന്നതിനാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ആ രീതിയിലത്തേക്ക് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവിടെ രക്ഷാപ്രവർത്തനം വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായ താമസം ഉണ്ടായി. ശ്രീ ചാണ്ടിയുമ്മൻ പറയുന്നത് നോക്കൂ, ഇനി ചാണ്ടിയുമ്മൻ കോൺഗ്രസ്സുകാരനാണ് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം നിയമസഭയിലുള്ള ആളാണെന്ന് കൊണ്ടോ അദ്ദേഹം പറയുന്നതിനെ നിങ്ങൾ മാറ്റിവെച്ചോളൂ. പക്ഷെ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നിരവധി ജനപ്രതിനിധികൾ അവര് പറഞ്ഞല്ലോ, അവരെ പോലും അവിടോട്ട് കടത്തിവിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു അവിടെ പോയി നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തൂ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ്, പക്ഷേ ഈ അധികൃതരാരും തന്നെ അത് കേട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഒന്നും ഉത്തരവാദിത്തം മന്ത്രിക്കില്ല എങ്കിൽ ഇവിടെ പല സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല. ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ സർജിക്കൽ ഉപകരണങ്ങൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല. ICUവിൽ ആൾക്കാർ മാനഭംഗപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ആരുടെയാണ് ഈ ഉത്തരവാദിത്തം? നമ്മൾ പറയുന്നത് എല്ലാത്തിനും നോക്കാൻ വേണ്ടിയിട്ട് കാവലാളായിട്ട് ഒരു മന്ത്രി തലപ്പത്തിരിക്കുകയാണ്. മന്ത്രി ഇല്ലാതിരിക്കുക, വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല. ഞാൻ ചോദിക്കുന്നത്, വെറുതെ ഈ ചർച്ച കാണുന്ന ആൾക്കാർ വീണ ജോർജ് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, എത്ര പേജുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നറിയോ? എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോഴെല്ലാം മന്ത്രിയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, ഒരു ടെംപ്ലേറ്റ് ആണ്, അന്വേഷിക്കും, ബന്ധപ്പെട്ട ആൾക്കാർ അന്വേഷിക്കും, ഞാൻ റിപ്പോർട്ട് വരുത്തും. പിന്നീട് ഇതിന്റെ ഫോളോ അപ്പ് എവിടെയാണ് കാണുന്നത്? നേട്ടങ്ങൾ ആഘോഷിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണെങ്കിൽ കോട്ടങ്ങൾക്ക് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാൻ മന്ത്രി ആർജവും കാണിക്കണം. പക്ഷേ വീണ ജോർജിൽ നിന്ന് അത് ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെ ഒട്ടുമേ അങ്ങനെയില്ല, വീഴ്ച അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടുമില്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിന് കാരണം ആരോഗ്യമന്ത്രിയോ? അതേ എന്ന് 74% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി.